ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക. ഇവിടുത്തെ പോസിറ്റീവ് എനർജി കിട്ടാനും പ്രാർത്ഥനയിൽ ഉൾപ്പെടാനും വേണ്ടിയിട്ട് നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടൂ. ഇനി നമുക്ക് പോവാം ഇന്നത്തെ റീഡിങ്ങിലേക്ക്. ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ടെമ്പറൻസ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, ഇതിൽ രണ്ടിലും ഒരാളാണ് നിൽക്കുന്നത് കേട്ടോ. 2 വാണ്ട്, കിങ് വാണ്ട്, മജിഷ്യൻ, 2 പെൻഡക്കൾ, ചാരിയറ്റ്, 8 സോഡ്സ്, ഏസ് ഓഫ് പെൻഡക്കൾ, സ്റ്റാർ, 6 കപ്പ്, ഡെവിൽ. തിരുവാതിര, ചോതി, ചതയം, കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. നമ്പറുകൾ 14, 15, 17 വന്നിട്ടുണ്ട്. 14 2 തവണയാണ് വന്നിരിക്കുന്നത്. 2 2 തവണ വന്നിട്ടുണ്ട്. 6 വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്. 1 2 തവണ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇത്തിരി ബാലൻസിങ് കുറവാണെന്ന്. രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്, സത്യസന്ധമായ പ്രണയമാണ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ആളാണ്, പക്ഷെ ബാലൻസിങ് കുറവായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നതല്ല അവർ വിചാരിക്കുക, നിങ്ങൾ പറയുന്നതിനുള്ള ഉത്തരമല്ല അവരിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെയുള്ള ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ വ്യക്തി പൊതുവെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാത്ത ആളാണ് എന്നറിയുന്നത്. കുറച്ച് ധിക്കാരമുള്ള ആൾക്കാരായിരിക്കും. മറ്റുള്ളവർക്ക് നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കും. അതാണ് ഇവരുടെ കുഴപ്പം. അവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള ബാലൻസിങ് കുറവ്. നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോ അതുപോലെ പെരുമാറുന്ന വ്യക്തിയല്ല. അവർക്ക് തോന്നിയ കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് പ്രണയമില്ല എന്നല്ല പറയുന്നത്, ബാലൻസിങ് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംയമനം പാലിക്കൂ എന്നാണ് പറയുന്നത്. 2 കൈയും കൊട്ടിയാലല്ലേ പഴക്കാവുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അവർ വിചാരിക്കുന്ന കാര്യം മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ അവിടെ നിങ്ങളില്ല എന്നല്ല പറയുന്നത്. നിങ്ങളെ നല്ല സ്നേഹമാണ്, ദിവ്യമായ അനുരാഗമാണ്, ഒരു ഡിവൈൻ കണക്ഷനാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ കുറച്ച് ബാലൻസിങ്ങിൻ്റെ കുറവുണ്ട്. എന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ഭാവിയിൽ ഒന്നിച്ചു പോകേണ്ടവരാണ്. ഭാഗ്യം, വിജയം, സന്തോഷം പറയുന്നുണ്ട്. ഭാഗ്യചക്രമാണ് വീൽ ഓഫ് ഫോർച്യൂണ്. ഭാഗ്യം തന്നെയാണ് ടെമ്പറൻസ് തരുന്നതും. അപ്പോൾ ഭാഗ്യമുള്ള ജോഡികളാണ്. ഇതുവരെ കുറച്ച് ബാലൻസിങ്ങിൻ്റെ ഒക്കെ കുഴപ്പമുണ്ടായിരുന്നു, ആർഗ്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാഗ്യമാണ് പറയുന്നത്. ഇന്നലെ വരെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകും സമയമായി എന്ന് പറയുന്നതാണ് അടുത്ത കാർഡായ വീൽ ഓഫ് ഫോർച്യൂൺ. ഞാൻ പറയാറില്ലേ, ഭൂതം, ഭാവി, വർത്തമാനം. ഒരു പക്ഷേ മുൻപ് മുതലേ തുടങ്ങിയൊരു പ്രണയം, ഇപ്പോഴും ആ പ്രണയമുണ്ട്. വർത്തമാനത്തിലും ആ പ്രണയമുണ്ട്. അടുത്ത കാലങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് കാലം നീണ്ടുപോകുന്ന ഒരു പ്രണയത്തിനെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാവുന്നതോ ഇന്നലെ കണ്ട് ഇന്ന് സ്നേഹിക്കുന്നതോ ആയിരിക്കില്ല. അല്ലെങ്കിൽ മുൻജന്മങ്ങളിലെ ബന്ധമായിരിക്കും, അങ്ങനെയും പറയാം. എന്നാൽ ഇവിടെ ഈ വ്യക്തിയെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അവർക്ക് തോന്നിയ പോലെ തന്നെയാണ് നിങ്ങളോട് പെരുമാറുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ജൂപ്പിറ്റർ ആദ്യം തന്നെ പറയുന്നത് ഒരു ബാലൻസിങ് വേണം രണ്ടുപേർക്കും എന്ന്. ഇനി ഭാഗ്യം, വിജയം, സന്തോഷം എന്ന് വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞു. ഇതുവരെ ഇത്തിരി സങ്കടത്തിലൂടെ കഷ്ടത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതാണ് 2 വാണ്ട് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് 2 വാണ്ട് പറയുന്നത്. ഈ വ്യക്തി ഒരു കുടുംബമുള്ള ആളായിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് 2 വാണ്ട് പറയുന്നതും ടെമ്പറൻസ് പറയുന്നതും. മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവരാ നിയന്ത്രണത്തിലൊന്നും നിൽക്കില്ല.
അങ്ങനെ ഒരു കാര്യമുണ്ട്. എങ്കിലും മറ്റൊരാൾ ഇവർക്ക് കൂടെ ഉണ്ട് എന്നറിയുന്നത് കുടുംബമാവാം, അല്ലെങ്കിൽ പങ്കാളി തന്നെ ആവാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അവർക്ക് തോന്നാഞ്ഞിട്ടല്ല, ശരിയാണെന്ന് അവർക്ക് അറിയാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു, ആവശ്യപ്പെട്ടു, ഉപദേശിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ അങ്ങനെ ആവാം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവർക്കത് മനസ്സിൻ്റെ ഉള്ളിൽ അറിയുന്നുണ്ട് അതാണ് ശരിയെന്ന്. പക്ഷെ ഇവിടെ ഡെവിൾ എനർജി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സമ്മതിച്ച് തരില്ല. തോൽക്കാൻ മനസ്സില്ലാത്തൊരു വ്യക്തിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞു 3 കാലങ്ങളിലും ഒന്നിച്ചു പോകേണ്ടവരാണ് എന്ന്. ഒരു പക്ഷേ മുജന്മങ്ങളിലെ, ഈ ജന്മത്തെ, അടുത്ത ജന്മങ്ങളിലൊക്കെ ഒന്നിച്ചു പോകേണ്ട സോൾ കണക്ഷൻ ആയിരിക്കാം. ഇനി ഇരട്ട ജ്വാല എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ ടിൻ ഫ്ലെയിം ആയിരിക്കണം എന്നില്ല കേട്ടോ. പാർവതി പരമേശ്വരന്മാർ പോലെയുള്ള ബന്ധമാണ് ഇരട്ട ജ്വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെയൊക്കെയുള്ള ഒരു ദിവ്യമായ അനുരാഗമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ആ വ്യക്തി കുറച്ച് താഴാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഈഗോ കൂടുതലായിരിക്കും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവും. ഒരുപാട് ജോലി തിരക്കുള്ള ആളാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്. അതാണ് കാപ്രിക്കോൺ പറയുന്നത്. ഡെവിൾ എനർജി. ജോലി അവിടെ നിൽക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ സന്തോഷത്തിലേക്ക് പോവുക, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല. അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാനാണ് എന്നാണ് കാപ്രിക്കോൺ ഇന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് അല്ല ഇന്ന് തരുന്നത്. കൂടുതൽ ജോലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളാണ്. കൂടുതൽ തിരക്കുള്ള ആളാണ്. ജോലിയിൽ 100-ൽ 101% ആത്മാർത്ഥത ഉള്ള ആളാണ്. IT മേഖലയായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. എന്നാൽ നിങ്ങളോട് കുറച്ച് റഫായിട്ട് പെരുമാറും. അത് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നല്ല സ്നേഹമുള്ള ആളാണ്. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ പങ്കാളിക്ക്, ഇത് കേൾക്കുന്നവരെങ്കിലും അങ്ങനെ പങ്കാളിയോട് പെരുമാറുന്നുണ്ടെങ്കിൽ, അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ കാർഡ് തന്നെ അവരെ മനസ്സിലാക്കി അവർക്ക് സ്നേഹമാണ് വേണ്ടത്, അത് കൊടുക്കാനാണ് പറയുന്നത്. എപ്പോഴും അടഞ്ഞ വാതിലുകളാണ്, എപ്പോഴും കഷ്ടപ്പാടും അലച്ചിലുമാണ്, 2 തരം മനസ്സാണ്, 2 വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരേ തീരുമാനം, ഒരേ ചിന്തകൾ, ഒരേ അഭിപ്രായം, ഇതൊക്കെ ആവുമ്പോഴാണ് പ്രണയത്തിലൊരു സുഖമുണ്ടാവും. അതിവിടെ കാണുന്നില്ല. ബാലൻസിങ് എപ്പോഴും തകരാറിലാണ്. നിങ്ങൾ പറയുന്നത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച കിട്ടുന്നില്ല. ചില വിട്ടുവീഴ്ചകളൊക്കെ വേണം പ്രണയത്തിൽ, അതുണ്ടാവുന്നില്ല. നിങ്ങൾ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ സഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ അതിന് കിട്ടില്ല. അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന ഒറ്റ വാക്കിൽ അവരെന്താണ് ക്യാരക്ടർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ വിചാരിക്കുന്ന കാര്യം ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വേദനിച്ചോ അതോ സന്തോഷം തന്നോ എന്നുള്ളത് അവർ ചിന്തിക്കാറില്ല. അതൊരു പരുക്കൻ പെരുമാറ്റമാണ്. അതാണ് ഞാൻ പറയുന്നത് ഇവിടെ ലിയോ നിൽക്കുന്നുണ്ടെന്ന്. മേഷരാശിയാണ് വന്നിരിക്കുന്നത്. രാമനാണ് അവിടെ നിൽക്കുന്നത് അല്ലേ. രാമൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഭരണാധികാരിയാണ്, നല്ലൊരു കുടുംബനാഥനാണ്, നല്ലൊരു മകനാണ്, നല്ലൊരു അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. മക്കൾ കൂടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാ തരത്തിലും സത്യസന്ധനായ ഒരാളാണ്, അതല്ല എന്ന് പറയുന്നില്ല. ഒരു ഡിവൈൻ കണക്ഷനാണ്. പക്ഷെ ആള് ഇവിടെ രാമൻ്റെ പോലെയല്ല, രാവണൻ്റെ പോലെ പെരുമാറുന്ന ആളാണ്. അതാണ് ഡെവിൾ പറയുന്നത്. നിങ്ങൾക്കൊരു വാല്യൂ തരില്ല, നിങ്ങളെ അടക്കി ഭരിക്കുന്നൊരു സ്വഭാവമാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവർ അത്ര ശ്രദ്ധിക്കില്ല. എന്നാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു താൻപോര്യമുള്ള ആളാണ്. ഇനി മറ്റൊരു മെസ്സേജ് പറയുകയാണെങ്കിൽ, സ്വന്തം തലച്ചോറ് തിന്നറക്കുന്ന സലമാൻഡറുകൾ, അതാണ് ഈ കിങ് വാണ്ടിന് വരുന്ന സന്ദേശം. ഇനി ഇരിക്കുന്നത് കരിങ്കല്ലിൻ്റെ സിംഹാസനത്തിലാണ്. അത് രണ്ടും പറയുന്നത് ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം എടുത്ത പോലെയാണ്. നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അന്തർമുഖരായിട്ട് പെരുമാറും, അതുറപ്പാണ്. എന്നാൽ പോസിറ്റീവ് ചിന്തകളേക്കാൾ നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുന്ന ആളാണ്. എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങളെ ഓർത്ത് അയാൾ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് അറിയുന്നത്. ചിലപ്പോൾ റഫായിട്ട് പെരുമാറി നിങ്ങൾ വേദനിച്ചു, 2 ദിവസം മാറി നിന്നു. ഈ സമയത്ത് അയാൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ട്രാപ്പിലായി എന്ന് തോന്നുന്ന 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, 8 സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് അത്ര സന്തോഷം നിറഞ്ഞതാണെന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. 2 വാണ്ടും 2 പെൻഡക്കിളുമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അയാൾക്കുണ്ട്, അത് അയാളുടെ കുടുംബം തന്നെ ആയിരിക്കും. അവരുടെ വരുതിയിലാണ് ഇവർ നിൽക്കുന്നത്. എന്നാൽ വരുതിയിൽ നിർത്താനൊന്നും ഈ കക്ഷിയെ കിട്ടില്ല. ഇയാളെ സ്വന്തം തീരുമാനങ്ങളുള്ള ആളാണ്, മരിക്കാൻ കഴിയാത്ത ആളാണ്. ലിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സിംഹം, ഞാനാണ് വലിയ ആൾ എന്ന് വിചാരിക്കുന്ന ആളാണ്. അത് കൂടിയിട്ടാണ് ഈഗോ കൂടി, ജലസ് കൂടി, പൊസസീവായി
അങ്ങനെയാണ് ഇയാളെ നെഗറ്റീവ് അടിക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഡെവിൾ എനർജി വരികയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി പുരുഷനാണെങ്കിൽ മദ്യപിക്കുന്ന പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടാവും, കുറച്ച് നെഗറ്റീവായിട്ട് പെരുമാറും, ദേഷ്യപ്പെടും. വളരെയധികം സ്നേഹമുള്ള ഒപ്റ്റിമസ്, വളരെയധികം ദേഷ്യപ്പെടുന്ന ആരസ്, യുദ്ധ സ്വഭാവമുള്ള ആരസ്, ഇനി ക്രോഡിസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നെഗറ്റീവ് സ്വഭാവങ്ങളെ, ഈ വ്യക്തിയുടെ നെഗറ്റീവ് സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നല്ലതാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിലും അയാൾ അംഗീകരിക്കില്ല. അങ്ങനെ ഒരു വാശിക്കാരനെയാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ സത്യസന്ധനായിരിക്കും, പ്രണയത്തിലൊന്നും കള്ളത്തരം കാണിക്കുന്നില്ല. അതിനാണെങ്കിൽ രാമനാണ് എന്ന് പറയാൻ കാരണം, മേഷരാശിയാണ് എന്ന് പറയാൻ കാരണം. ഇനി ഋഷഭം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാളക്കൂറ്റൻ്റെ പോലെയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലിയോ ആണ്, വന്യമായ സ്വഭാവമാണ്. അപ്പം ഈ വ്യക്തി നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ കടമ്പ നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് മാറി ചിന്തിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അവർ ദേഷ്യപ്പെട്ട ആ സമയത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. എപ്പോഴും ഒരു അടിമയെ പോലെ കഴിയാൻ കഴിയുകയാണെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അത്രേ നിങ്ങളുടെ റോളുള്ളൂ. നിങ്ങളെപ്പോഴും അവർ പറയുന്നത് അനുസരിക്കുന്ന, നിങ്ങൾക്ക് സ്വന്തമായി അഭിപ്രായമില്ലാത്ത ഒരാളാവണം. എന്നാൽ നിങ്ങളോടുള്ള പ്രണയത്തിൽ അവർ ഏതറ്റം വരെ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു കഥ പറയുകയാണെങ്കിൽ, ഇയാൾക്ക് ഒരു ഭാര്യയുണ്ട്, അതിൻ്റെ പുറമെ കന്യകയായ ഒരു പെണ്ണിനെ ഇയാൾ പ്രണയിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ പ്രണയിച്ച ആ പെൺകുട്ടിയുടെ അച്ഛന് ഇത് മനസ്സിലായി. ഇയാൾക്ക് ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ മകളെ പ്രണയിക്കേണ്ടെന്ന് പറഞ്ഞ് രാജാവാണ് ഒരു തടങ്കലിൽ വെച്ചു എന്ന് പറയുന്നത്. ഇവരെ തടങ്കലിൽ വെച്ചപ്പോൾ ഈ വ്യക്തി, ഈ ഒപ്റ്റിമസ്, സ്വർണ്ണ മഴയായി പെയ്തിറങ്ങി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദേവനാണല്ലോ, ഏത് രൂപത്തിൽ വേണമെങ്കിൽ വരാം. എങ്ങനെയായിരിക്കും അത് എന്ന് ഭാവന ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പൂത്തിരി കത്തിക്കുമ്പോൾ ഒക്കെ കാണാറില്ലേ, അല്ലെങ്കിൽ ആ മിട്ടുകളൊക്കെ പൊട്ടിക്കുമ്പോൾ കാണാറില്ലേ, ആകാശത്ത് ഇങ്ങനെ മിന്നലും സ്വർണ്ണ മഴയൊക്കെ കാണാറില്ലേ? അതൊരു മഴയാണെങ്കിൽ അതുപോലെ ആയിരിക്കണം അയാൾ അവളുടെ അരികിലെത്തിയെന്ന് പറയുന്നത്. ഏത് രൂപം സ്വീകരിക്കാൻ അയാൾക്ക് കഴിയും. അങ്ങനെ അയാളുടെ പ്രണയം സഫലമായി എന്നറിയുന്നു. നിങ്ങളോ അവരോ മറ്റൊരാളുടെ ട്രാപ്പിൽ വീണാൽ പോലും ഏതറ്റം വരെ പോയിട്ടും നിങ്ങളെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാണ്. പക്ഷെ സ്വഭാവങ്ങളിലാണ് രണ്ടുപേരും താരതമ്യം ഇല്ലാത്തത്. അത് എന്നാണ് ഇവിടെ ഏഞ്ചൽ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കൂട്ടോ. അയാൾ നിങ്ങൾക്ക് മെരുങ്ങാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറാലോ, നിങ്ങളുടെ സ്വഭാവം മാറ്റാലോ. വഴക്കിടുകയാണെങ്കിൽ ആ സമയത്ത് ഫോൺ കട്ട് ചെയ്ത് അങ്ങ് മാറിപ്പോവുക. ഇനി കാണുന്ന സമയത്താണ് വഴക്ക് എങ്കിൽ അവിടുന്ന് മാറിപ്പോയി അവനവൻ്റെ ജോലി ചെയ്യുക. അങ്ങനെ അയാളെ തണുപ്പിക്കാൻ അതേ പറ്റൂ. എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ ഇരിക്കുന്ന അവരോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ ഇരിക്കുന്ന നിങ്ങളോ ആണ്. അതാണ് 6 കപ്പ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻഡക്കിളാണ്. സ്വപ്നങ്ങളെല്ലാം സഫലമാവുമെന്ന് പറയുന്നുണ്ട്. ഇരുവഴി പിരിഞ്ഞ പോലെയാണ് ഇവിടെ സ്റ്റാർ പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാതായിട്ടുണ്ട്. 2 എന്നുള്ളത് 4 തവണയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 4 അവസ്ഥകളിലാണ് 2 പറയുന്നത്. 2 വാണ്ട് 2 പെൻഡക്കിൾ, ടെമ്പറൻസ് 2നെയാണ് പറയുന്നത്. നമ്പർ അതല്ല, പറയുന്നത് 2 എന്നാണ്. സ്റ്റാറും പറയുന്നത് 2 എന്നാണ്, നമ്പർ അതല്ല. അപ്പോൾ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ 4 തവണ വന്നിട്ടുണ്ട്. അതൊരു ഏഞ്ചൽ നമ്പറാണ്, അനുഗ്രഹത്തിൻ്റെ നമ്പറാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നാവുന്നത് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇരുവഴി പിരിഞ്ഞിട്ടുണ്ട്, ബാലൻസിങ് ഇല്ലാതെയാണ്. ഞാൻ പറഞ്ഞില്ലേ, തലച്ചോറ് മുഴുവൻ നെഗറ്റീവ് ചിന്തകളാണ് ഈ വ്യക്തിക്ക്. ഹാപ്പി ഹോർമോണേ ഉണ്ടാവുന്നില്ല. ആളിത്തിരി ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളാണ്. അത് മറ്റു പല കാര്യങ്ങളിലാണ്. ജോലി ഭയങ്കര ആത്മാർത്ഥതയല്ലേ, അപ്പോൾ ഒരു ജോലി കഴിയുമ്പോൾ മറ്റൊരു ജോലിയായിട്ട് ജോലിയിൽ നിന്ന് തല ഉയർത്താൻ നേരമില്ലാത്ത ഒരാളാണ്. IT മേഖലയൊക്കെയാണ് പറയുന്നത്. എപ്പോഴും ജോലി തിരക്കുള്ള ഒരു വ്യക്തി തന്നെയാണ്. നേരത്തെ പറഞ്ഞ കഥാനായകൻ്റെ പോലെയാണെങ്കിൽ അവരവരുടെ കുടുംബത്തിൽ ട്രാപ്പിലായിട്ടുണ്ട്. അതാണ് 8 സോഴ്സ് പറയുന്നത്. ഡെവിളിൻ്റെ പോലുള്ളൊരു കുടുംബമാണ് അതും പറയുന്നുണ്ട്. ഈ വ്യക്തി ഒരു ഡെവിളൊന്നും അല്ല കേട്ടോ, ദേവൻ്റെ പോലുള്ള സ്വഭാവമൊക്കെ തന്നെയാണ്. അതാണ് ആദ്യത്തെ കാർഡുകളെല്ലാം പറയുന്നത്. എന്നാൽ ഇവരെ മെരുക്കാനൊന്നും പറ്റില്ല. പങ്കാളി ഉണ്ടെങ്കിലും ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പങ്കാളിയായിരിക്കും എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ കൺട്രോളിൽ നിൽക്കുകയൊന്നുമില്ല. അങ്ങനെ മനസ്സ് മടുത്തിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്തതാണ്. ഇവരെ അവർ തടുത്തു നിർത്തി എന്ന് പറയുന്നതിൽ ഒരു തെറ്റാണ്. കാരണം ഈ വ്യക്തി ആർക്കും വഴങ്ങാത്ത ഒരാളാണ് എന്നാണ് ആദ്യത്തെ കാർഡ് തന്നെ നമുക്ക് തരുന്ന സന്ദേശം. അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടും, അവരെന്താണ് തീരുമാനിക്കുന്നത് അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. താൻ പോരുമുള്ള ആളാണ്, നല്ല പോലെ ഈഗോ ഉള്ള ആളാണ്, നല്ല ബോൾഡായ ആളാണ്.
അയാളെ തടവിലിടാൻ ഒരു പങ്കാളിക്ക് ഒരു കുടുംബത്തിനൊന്നും കഴിയില്ല, പക്ഷെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അതാണ് ഇവിടെ 8 സോർട്സും ഡെവിളും പറയുന്നത്. അവരെ വേദനിപ്പിക്കുന്ന തരം വർത്തമാനം പറയുന്ന ആരും ഉണ്ട്. ഇനി 2 വാണ്ട് 2 പെൻറ്റക്കിൾ പറയുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമാവാം, മതമാവാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവാം. ഇനി ഒരുപാട് ജോലി തിരക്കുള്ള ആളാണ്, ജോലിയിൽ ആത്മാർത്ഥത ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആളാണ്. ഇതൊക്കെ പറയുന്നുണ്ട്. ഈ അടുത്ത് ഈ വ്യക്തിക്ക് ജോലിയിൽ എന്തോ ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു നെഗറ്റീവ് അനുഭവം ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലും അവർ മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. മനസ്സ് ഭയങ്കരമായി വിഷമിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര തണ്ട് കാണിക്കും. ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. മനസ്സുകൊണ്ട് വിഷമിക്കുക, സങ്കടപ്പെടുകയൊക്കെ ചെയ്താൽ അതുപോലും നിങ്ങളെ അറിയിക്കുന്നൊരു സ്വഭാവമല്ല. എപ്പോഴും അയാൾക്ക് ഉയർന്നു തന്നെ നിൽക്കണം, താണു നിൽക്കില്ല. അപ്പം അവനവൻ്റെ ദൗർബല്യങ്ങൾ പങ്കാളിയോട് പോലും ഷെയർ ചെയ്യാത്ത ഒരാളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ചാരിയറ്റ് 2 എന്നാണ് കാണിക്കുന്നത്, നമ്പറല്ല ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കുടുംബമുള്ള ആൾക്കാരെ പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ വേണമെങ്കിൽ സിംഗിൾ ആയിരിക്കാം. ഇരുവഴി പിരിയേണ്ടവരാണ് എന്ന് 4 കാർഡാണ് പറയുന്നത്. 4 അല്ല, അതിൽ കൂടുതൽ കാർഡുകൾ പറയുന്നുണ്ട്. ഓരോന്നും എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. സ്റ്റാർ പറയുന്നുണ്ട്, 2 വാണ്ട് പറയുന്നുണ്ട്, 2 പെൻറ്റക്കിൾ പറയുന്നുണ്ട്, ടെമ്പറൻസ് പറയുന്നുണ്ട്, ഇനി ചാരിയറ്റും പറയുന്നു നിങ്ങൾ ഇരുവഴി പിരിയേണ്ടവരാണെന്ന്. അപ്പോൾ ഒന്നിച്ച് പോവും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ദമ്പതികളാണെങ്കിൽ ഒന്നിച്ച് പോവും, അല്ലെങ്കിൽ കുടുംബമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് തടസ്സം വന്നാലും ആ വ്യക്തി അത് ശ്രദ്ധിക്കാറില്ല. ട്രൂ ലവാണ്, ടിൻ ഫ്ലെയിം ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായി മുഴുവനായി അകലാൻ പറ്റില്ല. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾ അതിജീവിക്കും. എന്നിട്ട് വീണ്ടും ഈ സ്നേഹം മുന്നോട്ട് പോകും. എത്ര വർഷങ്ങൾ എടുത്താലും നിങ്ങളത് കോണ്ടാക്റ്റ് മുഴുവനായിട്ടും വിട്ടുപോവില്ല. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ തുടർന്ന് പോകാനും കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ബന്ധമായിട്ടേ പോകാൻ പറ്റൂ. അതാണ് ഈ 2 കാണിക്കുന്നത്. എന്നാൽ രണ്ടാളുടെ അഭിപ്രായങ്ങൾ, ചിന്താഗതികൾ എല്ലാം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. എന്നാൽ രണ്ടുപേരുടെ ഹൃദയങ്ങളൊന്നാണ്, മനസ്സുകളൊന്നാണ്, അഭിപ്രായങ്ങളാണ് 2. അതൊന്നാവണമെന്നാണ് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത്. ഇനി ചാരിയറ്റ് പറയുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടുണ്ട് എന്ന് 8 സോർട്സ് പറഞ്ഞു. അത് തന്നെയാണ് ഡെവിളും പറയുന്നത്. ആരോ ഒരു നിയന്ത്രിക്കുന്ന വ്യക്തിയുണ്ട്. അത് അവരെ ആവാം, നിങ്ങളെ ആവാം കേട്ടോ. 2 ഭാഗത്തും ആവാം. 2 പേരുടെയും എനർജി ഇവിടെ വരാം. ഇനി വന്നിരിക്കുന്ന 6 കപ്പാണല്ലോ. 2 പേരും ഓർമ്മകളിൽ ഇരിക്കുകയാണ്. ഇനി ഒരു ഡിവൈൻ കണക്ഷനാണ് എന്നാണ് സ്റ്റാർ പറയുന്നത്. എങ്കിലും ഇവിടെ വിഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ ഇടമുള്ളത് കൊണ്ട് തന്നെ ഇത് എൻ്റെ ആവില്ല, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവരെ നിയന്ത്രിക്കാൻ, നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാം എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ വഴിക്ക് അവർ വന്നോളും. കാരണം പ്രണയം സത്യമുള്ളതാണ്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളെ ഇടപിടിക്കില്ല. അത് മനസ്സിലാക്കുക. ഇന്നതല്ല, അത് ചെയ്യൂ, ഇത് ചെയ്യുന്നൊന്നും പറഞ്ഞ് അവരെ ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമാണ് അവരുടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിന് മലയാളത്തിലുള്ള പേരാണ് താൻ തോന്നിയത് അല്ലേ. അവനവന് തോന്നുന്നത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ പ്രണയമൊക്കെ ഉണ്ട് കേട്ടോ. അത് തരുന്നുണ്ടോ എന്നറിയില്ല. കുറച്ച് ഡെവിൾ എനർജി ഉള്ളത് കാരണം പരുക്കനായിട്ട് പെരുമാറാനാണ് സാധ്യത. സ്നേഹം ഉണ്ടെങ്കിൽ മുഴുവൻ നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളോട് അങ്ങനെ അറിയിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. അതിന് തടസ്സം വന്നാലും അത് എൻഡാക്കില്ല എന്നാണ്. അതാണ് ഒരു സമാധാനം, അതാണ് ഒരു പോസിറ്റീവ് എനർജി. ഞാൻ പറഞ്ഞല്ലോ 2 വഴി പിരിയേണ്ടവരാണെങ്കിലും 3 ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഭൂതം ഭാവി വർത്തമാനങ്ങളിൽ ഒന്നിച്ചു പോകേണ്ടവരാണെന്ന് പറഞ്ഞല്ലോ. ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാവുന്ന. ഈ വ്യക്തിക്ക് ജോലിക്ക് സ്ഥലം മാറ്റമൊക്കെ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. സാലറിയൊക്കെ കൂടി കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോലിയിൽ അമിത ആത്മാർത്ഥതയാണ് കേട്ടോ ഈ വ്യക്തിക്ക്. അതാണ് ഡെവിൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്തത്. തല നിവർത്താൻ സമയമില്ലാത്തൊരു വ്യക്തിയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. നിങ്ങളെ പരിഗണിക്കുന്നില്ല അവർ, അതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അവർ പാവാണ് കേട്ടോ. അവർ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെന്നും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വേണ്ടാന്നല്ല വിചാരം. കുറച്ച് ബോൾഡാണ്, കുറച്ച് അഹങ്കാരിയാണ്, അത്രയാണ് ഇവിടെ പറയുന്നുള്ളൂ.
ഇനി വന്നിരിക്കുന്ന മജിഷ്യനാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇന്നോ നാളെ അവർ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു തടവറ തന്നെ ഉണ്ടെങ്കിലും അതിനെ ഭേദിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നാണ് ആ കഥയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ അത്രയും കഠിനമായ ഒരു തടവിൽ കിടക്കുന്ന ഒരു യുവതിയെ മഴയായി ചെന്നിട്ട് പ്രണയം സഫലമാക്കിയ ഒരു ദേവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏത് രൂപത്തിൽ വേണമെങ്കിൽ പോവാൻ അയാൾക്ക് കഴിവുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏത് വിധേനയും നിങ്ങളുടെ അടുത്ത് അവരെത്തിക്കോളും. കള്ളത്തരത്തിലാണെങ്കിലും. മനസ്സിലായില്ലേ? പങ്കാളി ഉണ്ടെങ്കിൽ മറ്റൊരു ഫോണിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ കള്ളത്തരത്തിലാണെങ്കിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവർ ഒരുക്കമാണ്. അവരെ തടവിലിടാനോ ഇതിൽ നിന്ന് മാറ്റി നിർത്താനോ മറ്റാർക്കും കഴിയില്ല എന്ന് മാത്രമാണ് ഈ വ്യക്തി തരുന്ന സന്ദേശം. ഡെവിൽ എനർജി വന്നതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെ ഒരു അംശം പോലും ഇവിടെ ഉണ്ടാവില്ല. അയാൾക്ക് ഇഷ്ടമുള്ളത് അയാൾ സ്വന്തമാക്കും. അത് മറ്റാരും സ്വന്തമാക്കാൻ അയാൾ സമ്മതിക്കില്ല. ഇങ്ങനെയൊരു മെൻറ്റാലിറ്റിയാണ് ഈ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ സ്വാർത്ഥമായ സ്നേഹം അയാൾക്ക് ഇങ്ങോട്ടുണ്ട്. ഇന്നോ നാളെ അയാൾ കോണ്ടാക്ട് ചെയ്യുമെന്ന് മജിഷ്യൻ പറയുന്നുണ്ട്. ഇതിനെല്ലാം ഒരു എൻഡ് ആവാൻ പോവുകയാണ്. നിങ്ങൾക്കിനി ഭാവി നല്ലതാണ് എന്ന് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നുണ്ട്. നിങ്ങൾ അത്ര പെട്ടെന്ന് അകലേണ്ടവരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നിങ്ങൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ രണ്ടാണ്. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞതിന് വിപരീതം പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് നിങ്ങളെ സ്നേഹമാണ് എന്ന് പറയുന്നത്. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അയാൾ സമ്മതിക്കില്ല. അത് മാത്രമാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഇവിടെ പാർവതി പരമേശ്വരന്മാരാണ് വന്നിരിക്കുന്നത്. അവരെ ഒരിക്കലും അകലില്ല. ടിൻ ഫ്ലെയിമാണ്. ഇനി പാർവതി കുറച്ച് തപസ്സിരിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളോടാണത്. ആരെതിർത്താലും വിവാഹം ചെയ്ത അർജുനനും സുഭദ്രയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി അർജുനൻ്റെ സുഭദ്ര കൂടെ നിന്നിരുന്ന ആൾ ഈശ്വരനാണ്. കണ്ണനാണ് നിന്നിരുന്നത്. അപ്പം നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ദൈവാനുഗ്രഹമുണ്ട്. അതാണ് സ്റ്റാർ പറഞ്ഞത്. ഒരു ഡിവൈൻ കണക്ഷനാണ് എന്ന് തന്നെയാണ് ഒപ്റ്റിമസ് പറഞ്ഞതും. അപ്പോൾ നിങ്ങൾ ഒന്നാവേണ്ടവരാണ്. ഏത് വിധേനയും ആര് തടവിലിട്ടാലും നിങ്ങളെ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന ഒരു കാമുകനാണ് അപ്പുറത്തിരിക്കുന്നത്. ഇത് ജെൻഡർ വിപരീതവുമാവാം. അപ്പോൾ കാമുകിയാണ് അപ്പുറത്തിരിക്കുന്നതെങ്കിൽ അവർക്കതിനുള്ള കഴിവുണ്ടാവില്ല. സ്ത്രീകൾക്ക് എല്ലാറ്റിനും ഒരു പരിമിതിയുണ്ട്. പുരുഷന്മാർക്കാണ് പരിമിതികളില്ലാത്തത്. അപ്പോൾ ഇതിൽ ആരാണ് ഇവിടെ ഇരിക്കുന്നത്, ആരാണ് അപ്പുറത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ പല്ലുകളുടെ എല്ലുകളുടെ പ്രശ്നം വന്നിട്ടുണ്ട്. കുടൽ രോഗങ്ങൾ, ദഹനക്കേട്, വയറുവേദന വന്നിട്ടുണ്ട്. ന്യൂമോണിയ വന്നിട്ടുണ്ട്. പനി, ചുമ, ബോഡി പെയിൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി പറയുന്ന തലച്ചോറിൽ നീർക്കെട്ട്, രക്തസ്രാവം പറയുന്നുണ്ട്. നാഡീ സംബന്ധമായ അസുഖങ്ങൾ, സ്കിന്നിൻ്റെ അലർജി ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി പക്ഷാഘാതം പറയുന്നുണ്ട്. രാഹു പറയുന്നത് കരൾ രോഗങ്ങളെക്കുറിച്ചാണ്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജോലി പറയുന്നത് ഇന്ത്യക്ക് വെളിയിലത്തെ ജോലികൾ ഇത്തിരി തടസ്സമാണ് എന്നറിയുന്നത്. യാത്രയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് എമിഗ്രേഷൻ കാത്തിരിപ്പാണ് പറയുന്നത് കേട്ടോ. എന്നാൽ ഒരു മജിഷ്യൻ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും. നിങ്ങൾ തടസ്സമാണ് എന്ന് വിചാരിക്കുന്നത് മാറാൻ സാധ്യതയുണ്ട്. ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നാണ്. ഇനി പറയുന്നത് ഗവൺമെൻറ് ജോബുകളെ കുറിച്ചാണ്. ഗതാഗതം വന്നിട്ടുണ്ട്. തപാൽ വകുപ്പ് വന്നിട്ടുണ്ട്. മെഡിക്കൽ രംഗം, പോലീസ്, പട്ടാളം വന്നിട്ടുണ്ട്. നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ജോലികൾ ഇവിടെ വന്നു അല്ലേ. ഇനി നമുക്ക് പൊതുവായ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്. സർക്കാർ ജോലികൾക്ക് കാത്തിരിക്കുന്നവർക്കൊക്കെ അതിന് സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് എഴുതി കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടുമെന്നറിയുന്നത്. പുതിയ ജോലികൾ, ജോലിസ്ഥലം, കയ്യിൽ കുറച്ച് പണം വന്ന് ചേരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സർപ്പദംശനം പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. എന്തൊക്കെ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. വളരെ റൊമാൻറ്റിക്കായി ഹെർമിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. സന്ദേശവാഹകൻ. ഇന്ന് പ്രണയ സന്ദേശങ്ങളാണ് വരിക എന്ന് പറയുന്നത്. ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടാണ് അയച്ചിരുന്നതെങ്കിൽ ഇന്നത് മാറും കേട്ടോ. സ്നേഹത്തോടു കൂടിയ സന്ദേശങ്ങളായിരിക്കും. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഇന്നൊരു ഷോർട്ട് വീഡിയോ തരാൻ ശ്രമിക്കാം കേട്ടോ. എല്ലാവരും കാണണം. നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ചെയ്യാം. ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നത്.
മുജന്മ ബന്ധമാണ്. ന്യൂ ലവ്, പുതിയ പ്രണയങ്ങൾ, അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഓപ്പൺ മൈൻഡ് അല്ല കേട്ടോ, തുറന്ന് സംസാരിക്കുക. അൺറിക്വൈറ്റഡ് ലവ്, തിരിച്ചു കിട്ടാത്ത പ്രണയം. ഇനി അതിൻ്റെ മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെ പ്രണയിക്കൂ എന്നാണ് കേട്ടോ. രണ്ടർത്ഥവും പറയാം. നെഗറ്റീവ് പോസിറ്റീവ് അർത്ഥങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഈ പ്രണയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കാതെ പ്രണയിക്കുക. അവർ തിരിച്ച് പ്രണയിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രണയമാണ്, വൺ വേ ലവ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രണയിക്കാം. ഈ രണ്ട് മെസ്സേജാണ് മാലാഖ പറയുന്നത്. അപ്പോൾ ഒരു മുജന്മ ബന്ധമാണെന്ന് ഉറപ്പായിട്ടും പറയുന്നുണ്ട്. പുതിയ പ്രണയത്തിലേക്ക് പോയവരുണ്ട്, തിരിച്ചു കിട്ടാത്ത പ്രണയമുള്ളവരുണ്ട്. ഇങ്ങനെ പലവിധം ആൾക്കാർക്ക് വേണ്ടിയാണ് മാലാഖ മെസ്സേജുകൾ തന്ന. ഓപ്പൺ മൈൻഡ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം. സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നത്. ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. കേൾക്കാൻ തന്നെ എന്ത് രസം അല്ലേ. ഫ്ലർട്ട് മാത്രമുള്ളവരും ഉണ്ട്. ലിയോ വന്നു കഴിഞ്ഞാൽ അതാണ്. ലവ് യു എന്ന് പറയുന്നുണ്ട്. ഇന്നിവിടെ ഒപ്റ്റിമസ് ജൂനോ ദമ്പതികളുടെ ഇടയിലെ മൂന്നാമത്തെ ഒരു വ്യക്തിയോടുള്ള പ്രണയമാണ് കണ്ടത്. ഒപ്റ്റിമസ് മറ്റൊരാളെ പ്രണയിക്കുന്നു, അവരുടെ അടുത്ത് സ്വർണ്ണമഴയായിട്ടൊക്കെ ചെല്ലുന്നു. എന്നാൽ ജൂനോ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമസിൻ്റെ ഭാര്യയാണ്, ഭയങ്കര അസൂയക്കാരിയാണ്. ഈ പ്രണയിക്കുന്ന സ്ത്രീയെ ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം അവൾ ചെയ്തു എന്ന് പറയുന്ന ആ കഥയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതാണ് 2 വാണ്ടർ 2 പെൻറ്റക്കിൾ 2 എന്നത് ഒരുപാട് തവണ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയെ പ്രണയിക്കുന്നത് കാരണം മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വരും, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും എന്നായിരിക്കാം ഒരു പക്ഷേ ഈ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. പങ്കാളികൾ ഉള്ളവരെയാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ പങ്കാളി മാക്സിമം നിങ്ങളെ ടോർച്ചർ ചെയ്യും എന്നൊരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവരെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയും. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ആരായാലും മാനം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥ സ്നേഹമാണ്, ജന്മ ബന്ധമാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെയൊക്കെ ഈ മെസ്സേജുകൾ എടുക്കുക. കുടുംബം മാനസികമായി പീഡിപ്പിക്കുന്നവരാണോ നിങ്ങൾ രണ്ടുപേരും, അതോ പങ്കാളികളുള്ളവർ അവരാണോ മാനസികമായി നിങ്ങളെ പീഡിപ്പിക്കുന്നത്, അതോ സാഹചര്യങ്ങളും ജോലിയുമാണോ നിങ്ങളെ മാനസികമായി തകർക്കുന്നത്, അതോ നിങ്ങളുടെ തന്നെ ബാലൻസിങ് ഇല്ലായാണോ നിങ്ങളുടെ ഈ പ്രണയത്തിലെ കൂടുതൽ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണം? ഇതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ. എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പങ്കാളികളുടെ നെഗറ്റീവ് പെരുമാറ്റങ്ങൾ, കുടുംബത്തിൻ്റെ നെഗറ്റീവ് പെരുമാറ്റങ്ങൾ, ജോലി കൂടുതൽ, നിങ്ങളുടെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നെഗറ്റീവായ പെരുമാറ്റം. എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ സാഹചര്യം എന്താണെന്നോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മെസ്സേജും ഞാൻ നിങ്ങൾക്ക് തന്നു. എന്തായാലും നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണ്, അത് മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നോ നാളെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഇതും വന്നിട്ടുണ്ട്. ഈ തടസ്സങ്ങളെല്ലാം മാറും എന്നും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. സംയമനത്തിൻ്റെ ദേവനാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് പാർവതി തപസ്സിരിക്കുന്നതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിനെയൊക്കെ ഒന്ന് ഓക്കെ ആക്കി കാത്തിരുന്ന നിങ്ങളുടെ എന്ത് ആഗ്രഹവും നടക്കുമെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഇച്ഛാശക്തിയിലാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം കിടക്കുന്നത്, അത് മനസ്സിലാക്കുക. ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കും കേട്ടോ.